വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യൻ ആർമി താൽക്കാലിക ബെയിലി ബ്രിഡ്ജ് നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. എന്താണ് ബെയിലി ബ്രിഡ്ജ്? അതിൻ്റെ ചരിത്രം എന്താണ്? സവിശേഷതകൾ എന്താണ്? ഒരുപക്ഷെ ബെയിലി ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ കൂടുതലായി കേട്ടത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോഴായിരിക്കും. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചെടുത്തതായിരുന്നു ബെയിലി ബ്രിഡ്ജ്. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരമൊരു പാലം വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാലം ബെയിലി ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു പോർട്ടബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്രിഡ്ജാണ്. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ബെയിലി ബ്രിഡ്ജുകളുടെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനായി കനത്ത ഉപകരണങ്ങളോ മറ്റ് സാങ്കേതിക വിദ്യകളുടെയോ ആവശ്യമില്ല. ആവശ്യാനുസരണം എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം, അനായാസം കൈകാര്യം ചെയ്യാം. ഇതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ബെയിലി ബ്രിഡ്ജുകളുടെ ഭാഗങ്ങൾ സ്റ്റാൻഡേർഡ് സ്റ്റീൽ അലോയ്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്രെയിനുകൾ ഉപയോഗിക്കാതെ മനുഷ്യപ്രയത്നത്തിലൂടെ തന്നെ ഇവ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. യുദ്ധകാലഘട്ടത്തിൽ പട്ടാളക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നായിരുന്നുവെങ്കിലും ഇന്ന് പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അനായാസമാക്കുന്നതിനും കാൽനട, വാഹന ഗതാഗതം, താൽക്കാലിക ക്രോസിംഗ് എന്നിവയ്ക്കായും ബെയിലി ബ്രിഡ്ജുകൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. Live safe. Thanks for watching.